നമസ്കാരം, എല്ലാവർക്കും വെല്ലൂസ് കഫേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു പൊറോട്ട റെസിപ്പിയുമായിട്ടാണ്. വീശാതെ എങ്ങനെ പൊറോട്ട അടിക്കാം, അതാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് പോകാം. നമ്മുടെ പൊറോട്ട ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് 1 കിലോ മൈദയാണ്, പിന്നെ 2 മുട്ട, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഏത് തരം റിഫൈൻഡ് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഉപ്പാണ്. 1.5 ടീസ്പൂൺ അളവിൽ ഉപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന ഷുഗറാണ്. ഷുഗർ 3 ടീസ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ യോജിപ്പിച്ചൊന്ന് മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ പൊറോട്ടയുടെ മൈദ നമുക്കൊന്ന് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നടുക്കായിട്ട് ഇങ്ങനെ ഒന്ന് ഒരു കുഴി പോലെ ആക്കി കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇതിനകത്തേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 2 മുട്ടയാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു മുട്ട യൂസ് ചെയ്താലും മതിയാവും. അപ്പോൾ ഞാൻ ആ മുട്ടയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 എണ്ണം ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിൽ 3 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് തരം റിഫൈൻഡ് ഓയിലും യൂസ് ചെയ്യാം, പക്ഷേ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്, അത് പ്രിഫർ ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഈ പൊറോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഞാൻ 1.5 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര 3 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിനകത്തേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന മുട്ട, പഞ്ചസാര, ഓയിൽ, ഉപ്പ്, ഇതൊക്കെ നല്ല കൃത്യമായിട്ട് നമ്മുടെ മൈദയുടെ എല്ലാ പോർഷനിലും ആകുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് എല്ലാ പോർഷനിലും മൈദയുടെ ഈ നമ്മൾ ആഡ് ചെയ്തെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആയി കഴിയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കുഴയ്ക്കുന്ന ഒരു പാകം ഉണ്ടല്ലോ, അതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു ലൂസായിട്ട് വേണം. അതായത് ഒരുപാട് ലൂസായി പോരുത്, കയ്യിലൊട്ടുന്ന ഭാഗമല്ല, ജസ്റ്റ് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള രീതിയിലേക്ക് നമുക്കതിനെ കുഴച്ചെടുക്കണം. അപ്പം നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുത്ത് ആ ഒരു രീതിയിൽ നമുക്കൊന്ന് ആദ്യമായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യത്തെ പ്രാവശ്യം നമുക്ക് കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് മതിയാവും. നോർമൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനെക്കാട്ടി ഒരല്പം കൂടി വെള്ളം വേണം. ആ ഒരു തരത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഒരു 4-5 മണിക്കൂർ നമുക്കൊന്ന് അടച്ച് വെച്ച് അതൊന്ന് ഇരിക്കണം. നമ്മുടെ മാവ് ഒന്ന് സെറ്റാവണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ഒന്നും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇടിക്കുകയും പറിക്കുകയും ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ നോർമലി ഈ ഹോട്ടലിലൊക്കെ കാണാറില്ലേ, അങ്ങനെ ഒന്നും ഇടിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ നമുക്കിതിനെ നമ്മൾ വർക്കിംഗ് സ്റ്റേഷനിലോട്ട് നമുക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ബാക്കി പണികളും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ വർക്ക് സ്റ്റേഷനിൽ ഇട്ടിരിക്കുന്ന പൊറോട്ടയുടെ ചുറ്റിനും കുറച്ച് മൈദ ഇട്ട് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. നന്നായിട്ട് ആ മൈദയൊക്കെ ഒന്ന് വിട്ട് വന്ന നമുക്കിനി ഒന്ന് ബോൾ ചെയ്ത് എടുക്കാൻ പാകത്തിനുള്ള രീതിയിലേക്ക് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് 2 പീസസ് ആക്കി എടുത്ത ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് വലുതാക്കിയ ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഡോ ഇപ്പം ഞാൻ വലുതാക്കി എടുത്തിട്ടുണ്ട്. അതിനെ 2 ഈക്വൽ പോർഷൻസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് മൈദ ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഒരേപോലെ ഇങ്ങനെ നീട്ടത്തിലാക്കി സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ വലിക്കുമ്പോൾ കുറച്ച് മുറുക്കുണ്ടാവും. അപ്പോൾ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് ഒരേപോലെ ആക്കി ഒരു പാകത്തിനൊന്ന് വലിച്ച് നീട്ടി എടുക്കുക. എന്നിട്ട് നമുക്കിതിനെ പീസസ് ആയിട്ട് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക ആദ്യമായിട്ട്. അങ്ങനെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 പൊറോട്ടയുടെ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ ചെറിയ ഈക്വൽ പീസസ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഡോ എപ്പോഴും പൊറോട്ടയുടെ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ആയിരിക്കില്ല. ഇത് നമ്മൾ എങ്ങനെയൊക്കെ നീട്ടി വെച്ച് നോക്കിയാലും അത് വീണ്ടും പഴയ പോലെ ഒട്ടി വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രകൃതം. മൈദ എന്ന് പറയുമ്പോൾ ഒരു പശപ്പാണല്ലോ, ആക്ച്വലി അൺഹെൽത്തി ആണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ കേരളൈറ്റ്സിന്, മലയാളീസിന് പൊറോട്ട, ബീഫ് എന്നൊക്കെ പറയുമ്പോൾ
വായിൽ കപ്പലോടും. അതും ഈ ലോക്ക്ഡൗൺ കാലത്ത് പൊറോട്ടയൊക്കെ കഴിക്കാൻ പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കിയേ നിവൃത്തിയുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് സിംപ്ലസ്റ്റ് വേയിൽ എങ്ങനെ അത് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് 2 പോർഷൻ എടുത്ത് വെച്ചിരുന്നത് നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരേപോലെ. ഇനി നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊറോട്ട മാവുണ്ടല്ലോ, അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് റഫായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത ശേഷം നമുക്കതെങ്ങനെയാണ് ഉരുട്ടുന്നതെന്ന് നോക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ നമ്മൾ പൊറോട്ടയുടെ മാവ് കയ്യിലെടുത്ത ശേഷം ഇങ്ങനെ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ പൊറോട്ടയുടെ മാവ് ഉരുട്ടിയെടുക്കാനായിട്ട്. കണ്ടോ, പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ പൊറോട്ട റോൾ ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന പൊറോട്ട റോൾസ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളതിലൊരു നനഞ്ഞ ക്ലോത്ത് കൊണ്ട് ഒന്ന് മൂടിയിട്ടാൽ മതിയാവും. ഞാനിപ്പോൾ ഇതിനൊരു പ്ലേറ്റിലേക്കും 1-2 പാത്രത്തിലേക്കൊക്കെയാണ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഈർപ്പം നനവ് പോവാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. നമ്മുടെ വർക്ക് സ്റ്റേഷനിൽ ആദ്യം നമുക്ക് കുറച്ച് മൈദമാവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന നമ്മളുടെ പൊറോട്ടയുടെ ബോൾസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇതിനകത്തേക്ക് എടുത്തു വെച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ചും കൂടെ നന്നായിട്ട് മൈദ വിതറി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള റോളർ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വലുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. പെർഫെക്റ്റ് സൈസിലൊന്നും വേണമെന്നൊന്നുമില്ല, പക്ഷെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് വലുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തില്ലേ ചട്ടിപ്പത്തിരിയുടെ ലെയേഴ്സ് ഉണ്ടാക്കിയത്, ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു പൊറോട്ടയുടെ ലെയേഴ്സും ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ഫ്ലോറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് നേരത്തെ പറഞ്ഞ പോലെ ഒഴിച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്കൊന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചട്ടിപ്പത്തിരിക്ക് ചെയ്ത ലെയേഴ്സ് ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഫസ്റ്റ് പരത്തിയ പൊറോട്ടയുടെ ലെയർ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് മൈദപ്പൊടി അത് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നന്നായിട്ട് എല്ലാ പോർഷനിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എല്ലാ പോർഷനിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ലെയേഴ്സൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ അടുത്ത പരത്തി വെച്ചിരിക്കുന്ന ലെയർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരേ സൈസിലുള്ള ലെയേഴ്സ് നമുക്ക് വേണമെന്നില്ല. നമുക്ക് ആ ഉള്ളത് എത്രയാണോ വലിപ്പത്തിലാണോ നമ്മൾ പരത്തിയെടുക്കുന്നത് അത് അതിൻ്റെ മീതേക്ക് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് അതേ പ്രോസസ്സ് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. അതുപോലെ തന്നെ ഓയിൽ 1 ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താലും ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് എല്ലാ പോർഷനിലും ആ ഓയിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ 18 പൊറോട്ടയും ഞാനിവിടെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏറ്റവും മുകളിലത്തെ ലെയറും വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നന്നായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തടവി കൊടുത്ത ശേഷം നമുക്ക് 1.5 മണിക്കൂർ മുതൽ എത്ര സമയം വേണമെങ്കിലും നമുക്ക് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം എടുത്തുണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു മൂടി വെച്ചിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ നമ്മുടെ പൊറോട്ട ഇവിടെ 2 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫസ്റ്റ് ലെയർ നമ്മളിതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ജസ്റ്റ് എവിടെ നിന്നാണോ എടുക്കാൻ പറ്റുന്നത് അവിടെ നിന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്മൂത്തായിട്ടൊന്ന് വരിച്ചെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ സിംപ്ലസ്റ്റ് വേയിൽ നമ്മൾ വീശുന്ന പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല സ്മൂത്തായിട്ട് വലിച്ചെടുക്കുക. ഫുള്ളായിട്ട് വലിച്ചെടുത്ത ശേഷം ഏറ്റവും അറ്റം കുറച്ച് തിക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് വലിച്ചാൽ മതി. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ലെയേഴ്സ് അടക്കം നമുക്കിതിൽ കാണാൻ പറ്റും. ഇനി അതിൻ്റെ ഏറ്റവും എൻഡ് പോർഷൻ നമുക്കിതിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഞാൻ എല്ലാ പൊറോട്ടയും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് പരത്തിയെടുക്കാം. ആദ്യം ഒരു ഫ്ലോറിലേക്ക് ഇതിനെ ഒരു പൊറോട്ട നമ്മൾ എടുത്ത് വെക്കുക. നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് ഒരല്പം ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് തടവി കൊടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാൻ പറ്റും. ഒരു കാരണവശാലും പേടിക്കണ്ട, നല്ല സൂപ്പറായിട്ട് ഇതിനകത്ത് ലെയേഴ്സ് വന്നിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ട് ലെയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇതുപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വലുതാക്കി കൊടുത്ത ശേഷം നമുക്കിതിനെ ചുട്ടെടുക്കാം.
അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും മതിയാവും. നമ്മുടെ പൊറോട്ട നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ചുട്ടെടുത്തിട്ട് വരാം. അപ്പം ഞാനൊരു പാനിലേക്ക് പൊറോട്ടേനെ ഇട്ടിട്ടുണ്ട് കല്ല് ചൂടായ ശേഷം. അപ്പോൾ അതിനെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി കുറേ നല്ലപോലെ ഓയിൽ ചേർത്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പം തന്നെ നല്ല രീതിയിൽ ഓയിൽ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാത്തത്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് നമ്മളൊരു കേരള പൊറോട്ട സ്റ്റൈൽ ഉണ്ടല്ലോ, ഒരു ചെറിയൊരു ഗോൾഡൻ കളർ അതിനകത്ത് വരുന്നവരെ നമ്മളിങ്ങനെ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ശരിക്കും കേരള പൊറോട്ട എന്ന് പറയുമ്പോൾ നല്ല ഒരു ഗോൾഡൻ കളറിലേക്ക് എത്തണം. അപ്പോൾ ആ ഒരു കളർ എത്തുന്ന വരെ നമുക്ക് ബാക്കിയുള്ള പൊറോട്ടകളും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 പൊറോട്ട എടുത്തിട്ടുണ്ട്. അതിനെ ഇതുപോലെ നമ്മൾ കൈവച്ച് നന്നായിട്ട് അടിച്ചു കൊടുക്കുക. നല്ലപോലെ തിരിച്ച് മറിച്ചു വിട്ട് അടിച്ചാൽ ലെയേഴ്സൊക്കെ ഒന്ന് തിരിഞ്ഞ് വരണം. നല്ല ചൂടോടുകൂടി അടിക്കണം. അതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തത്. കുറേ എണ്ണത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ അത് തണുത്ത് പോകും. അപ്പോൾ ഇതുപോലെ ലെയേഴ്സായിട്ട് നമുക്ക് കിട്ടത്തില്ല. കണ്ടോ, നന്നായിട്ട് ലെയേഴ്സായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേരള പൊറോട്ട ഇവിടെ റെഡി ആയിരിക്കുവാണ്. നമുക്കപ്പോൾ സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ലെയേഴ്സോട് കൂടിയിട്ടുള്ള കേരള പൊറോട്ട ഇവിടെ തയ്യാറായിരിക്കുവാണ്. അപ്പം മല്ലൂസ് കഫേയിലൂടെ നമ്മുടെ നാടൻ പൊറോട്ട ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ തുടർന്നുള്ള വീഡിയോ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്